നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ വാരം നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോറി മലയാള സിനിമയിലെ പ്രേത സിനിമകളെ പറ്റിയായിരുന്നു. വിശദമായി പ്രേത സിനിമകളെപ്പറ്റി സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഭാർഗവി നിലയവും ശ്രീകൃഷ്ണപരുന്തും ചെയ്ത വിൻസെൻ്റ് മാഷിനെ അടക്കം ആ പ്രോഗ്രാമിൽ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ ലിസയിലൂടെ കളർ ഹൊറർ ചിത്രങ്ങൾക്ക് തുടക്കം കുറിച്ച സംവിധായകൻ ബേബിയുടെ ചിത്രം കാണിച്ചില്ല എന്ന് പലരും എന്നെ വിളിച്ച് പരിഭവം പറഞ്ഞു. എന്താ നിങ്ങൾ ബേബി സാറിൻ്റെ പടം കാണിക്കാത്തത്? നിങ്ങൾ യൂട്യൂബിൽ തപ്പി നോക്കി എവിടെയെങ്കിലും ബേബി സാറിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് തപ്പി നോക്കും. മനഃപൂർവ്വമല്ല കാണിക്കാതിരുന്നത്. എഡിറ്റിങ്ങിലെ എൻ്റെ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന കാക്കു എന്ന് പറഞ്ഞൊരു കോഴിക്കോട്ടുകാരിയാണ്. അവൾ ജനിക്കുന്നതിന് മുമ്പ് വന്ന ലിസയുടെ സംവിധായകൻ ബേബിയുടെ ഫോട്ടോ പേരടക്കം ഞാൻ അയച്ചെങ്കിലും കാക്കുവിന് കണ്ടെത്താനായില്ല. അങ്ങനെ പറ്റിയ ഒരു തകരാറാണ്. ബേബി സാറ് ലിസയിൽ മാത്രം എന്താ പറയുക അറിയേണ്ട ഒരു സംവിധായകനല്ല. അർഹിക്കുന്ന അവസരങ്ങൾ ചാൻസുകൾ കിട്ടാതെ അഭിനയം മതിയാക്കി വീണ്ടും അധ്യാപന പണിക്ക് പോകാനായി അല്ലെങ്കിൽ വിദേശത്ത് പോകാനായി തയ്യാറെടുത്ത സുകുമാരനെ ശംഖുപുഷ്പത്തിലൂടെ പിടിച്ചു നിർത്തിയ സംവിധായകനാണ് ബേബി. കഥ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. സിനിമ എല്ലാ മേഖലകളിലും, പ്രധാന മേഖലകളിലെല്ലാം സിനിമയിൽ സഹകരിച്ച ആളാണ്. 50ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. അവനോ അതോ അവളോ, പ്രഭു, പമ്പരം, തരംഗം, സർപ്പം, അനുപല്ലവി, പപ്പു, ലവ് ഇൻ സിംഗപ്പൂർ, ചന്ദ്രഹാസം, മനുഷ്യമൃഗം, കരിമ്പൂച്ച, മോർച്ചറി, NH-47, നമ്മളെ സുകുമാരക്കുറുപ്പ് കൊന്ന ചാക്കയുടെ കഥ പറഞ്ഞ NH-47 അടക്കം ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായിരുന്നു ബേബി സാർ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൃത്യമായി കാണിക്കേണ്ടതായിരുന്നു. എഡിറ്റിങ്ങിൽ പറ്റിയ ഒരു പാകപ്പിഴയാണ്. ബേബി സാർ സുസ്മേരവദനായിരിക്കുന്ന ബേബി സാറിനെ നിങ്ങൾക്ക് ആവോളം കാണാനായിട്ട് പോസ്റ്റ് ചെയ്യും. നമസ്കാരം. സത്യത്തിൽ എനിക്ക് തരുമ്പം ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഒരു ചെറുപ്പക്കാരൻ തകർന്നടിയുന്നത് കാണുമ്പോൾ ഉള്ള ഒരു വിഷമം മാത്രമേ വാസ്തവത്തിൽ എനിക്കുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച അടൂർ ഗോപാലകൃഷ്ണനും ഒരു പിടി കോൺഗ്രസ് ബുദ്ധിജീവികളും പഴയ നക്സലായിരുന്ന ഇപ്പോൾ നക്സൽ കോൺഗ്രസ്സായ ജോയ് മാത്യുവും SFI DIFI കാരനായിരുന്ന പഴയ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി മഹേഷ് പഞ്ചുവും കൂടി സംവിധായകൻ സനൽകുമാർ ശശിധരന് വേണ്ടി ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഒരു നീണ്ട എപ്പിസോഡ് കാര്യകാരണ സഹിതം നമ്മൾ ചെയ്തിരുന്നു. അവിടെ വിടാം കാര്യങ്ങൾ എന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴതാ വരുന്നു സനൽകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ടു നോക്കൂ. മഞ്ജു വാര്യരുടെ ബ്രദർ മധു വാര്യരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് പുള്ളിയെ വിളിക്കുന്നത്. അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് എന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ. അത് ചെയ്തിരിക്കുന്നത് ഈ മാഫിയയുടെ പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന പരാന്ന ജീവികളിൽ ഒരാളാണ്. അയാളിങ്ങനെ ചോദിക്കുന്നു, ഈ മഞ്ജു വാര്യരുടെ ബ്രദറിനും മദറിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇയാൾ എന്തിന് ഇടപെടുന്നു? ഞാനായിരുന്നു അവരുടെ ബ്രദറെങ്കിൽ ഞാൻ അവിടെ പോയി ഇവനെ അടിച്ച് പറിച്ചേനെ എന്നൊക്കെ പറയുന്നു. കണ്ടല്ലോ, സനൽകുമാർ ശശിധരൻ സാറിനെ അധിക്ഷേപിക്കാനായി മാഫിയയുടെ, ഏത് മാഫിയാന്ന് എനിക്കറിയില്ല, ഇവിടെ മദ്യമാഫിയയുണ്ട്, ലഹരി മാഫിയയുണ്ട്, പലതരം മാഫിയകളുണ്ട്. ഇതിൽ ഏത് മാഫിയയിലാണ് ഞാൻ പെടുന്നതെന്നറിയില്ല. അവരിൽ നിന്നും പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന പരാന്ന ജീവികളിൽ ഒരാളുടെ വീഡിയോയാണ് എന്നൊക്കെ സനൽകുമാർ സാർ പറയുന്നു, എൻ്റെ പേര് പറയാതെ.
സൽകുമാര, നീ പറയുന്ന ആ പരാന്ന ജീവി ഞാനാണ്. കാരണം ഞാനാണല്ലോ നിന്നെപ്പറ്റി ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തത്, വേറെ ആരും ചെയ്തിട്ടില്ല. നിനക്ക് തെറ്റിപ്പോയി സൽകുമാര എന്നേ പറയാനുള്ളൂ. എൻ്റെ അച്ഛൻ്റെ പേര് ശശി എന്നല്ല. അതിനാൽ തന്നെ ജീവിതത്തിൽ ഞാൻ ശശിയാവില്ല. അതാദ്യം നീ ഓർക്കുന്നത് നല്ലതാണ്. നീ ഓർക്കണം. കാരണം നിനക്ക് എന്നെ വിമർശിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ്. കാരണം നിൻ്റെ തട്ടിപ്പ്, വെട്ടിപ്പ്, വ്യഭിചാരം, ബലാത്സംഗം അടക്കമുള്ള ഒരുപാട് തെളിവുകളും വച്ചിട്ടാണ് ഞാനിന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഒരാൾ പൊക്കം ചെയ്യാനായി 5 ലക്ഷം വാങ്ങിയിടം മുതൽ കയറ്റം എന്ന മഞ്ജു വാര്യർ നിർമ്മിച്ചു എന്ന് പറയുന്ന കയറ്റം എന്ന സിനിമയ്ക്കടക്കം സനൽകുമാരൻ വാങ്ങിയ 90 ലക്ഷം വരെ, ഒഴിവ് ദിവസത്തെ കളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 40 ലക്ഷം അടക്കം വാങ്ങി പറ്റിച്ച ഒരു പാവം കലാകാരനെ ഞാൻ പരിചയപ്പെട്ടു. തൃശ്ശൂരുകാരനായ 35 വർഷത്തിലധികമായി ഡൽഹിയിൽ ജീവിക്കുന്ന ഒരു മാന്യനായ കലാകാരനെ, ഒരു ഷാജി മാഷിനെ ഞാൻ പരിചയപ്പെട്ടു. എങ്ങനെയാണ് എൻ്റെ ഫോൺ നമ്പർ അടക്കം സൽകുമാർ സംഘടിപ്പിച്ചതെന്നോ പരിചയപ്പെട്ടതെന്നോ ചോദിച്ച 5 ലക്ഷം അപ്പം തന്നെ ഇട്ടുകൊടുത്തതെന്നോ അദ്ദേഹത്തിന് പറയാനാവുന്നില്ല. എങ്ങനെ എൻ്റെ നമ്പർ സൽകുമാർ എന്ന് പറഞ്ഞ ഈ ഫ്രോഡ് എങ്ങനെ പറ്റിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. വടി കൊടുത്ത് അടി വാങ്ങിയവനാണ് ഞാനെന്ന് മാത്രം അദ്ദേഹം പറയുന്നു. ആ ബന്ധം വളർന്ന് ഒഴിവ് ദിവസത്തെ കളിക്ക് 40 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു. കയറ്റമായപ്പോൾ വീണ്ടും 90 ലക്ഷം കൊടുത്തു. മഞ്ജു വാര്യരല്ലേ കയറ്റത്തിൻ്റെ നിർമ്മാതാവ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ ശമ്പളം മാത്രമേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റായി ഈ ചിത്രത്തിലുള്ളൂ. കാശ് ഞാനാണ് മുടക്കിയത്. പക്ഷേ കാശിൻ്റെ മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ. പടത്തിൻ്റെ ഒന്നിലും അദ്ദേഹത്തെ ചേർത്തിട്ടില്ല. അടുക്കളയിൽ പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥാവിശേഷമുള്ള ഈ സംവിധായകൻ എല്ലാ സിനിമയും ഞാനാണ് നിർമ്മിക്കുന്നത് എന്ന് വീമ്പ് പറയുന്നത് കണ്ടവരുടെ കാശ് വാങ്ങി ചെയ്തിട്ടാണ് എന്ന് പോലും പാവം ഈ ഷാജി മാഷിനറിയില്ല. അദ്ദേഹം 7 സിനിമയ്ക്കോ 8 സിനിമയ്ക്കോ ഇയാൾക്ക് കാശ് കൊടുത്തു. ആദ്യം ചെയ്ത ഒരാൾ പൊക്കത്തിന് തന്നെ മികച്ച സംവിധായകൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടി. പിറ്റേ വർഷം ഒഴിവ് ദിവസത്തെ കളി മികച്ച ചലച്ചിത്രവുമായി. ഷാജി മാത്യുവിൻ്റെയും അരുണ മാത്യുവിൻ്റെയും പേരും ഫോട്ടോയും അടിച്ചു വന്നതല്ലാതെ സംസ്ഥാന സർക്കാർ നൽകിയ അവാർഡ് തുകകളിൽ നിന്ന് പകുതി പൈസ പോലും ആ പാവങ്ങൾക്ക് കൊടുക്കാതെ പറ്റിച്ചവനാണ് ഈ അവശ കലാകാരനും അവശ പ്രേമ കുന്തുമൊക്കെ കൊണ്ടു നടക്കുന്ന ഈ സൽകുമാരൻ. അവനാണ് ഞാൻ മാഫിയയിൽ നിന്ന് പൈസ വാങ്ങുന്നു എന്ന് പറയുന്നത്. അവാർഡ് കിട്ടി എന്നതിനപ്പുറം പൈസയോ ഷീൽഡിനൊപ്പം കാശുണ്ട് എന്നുള്ളത് പോലും ഒരാൾ പൊക്കത്തിന് 5 ലക്ഷം രൂപയും ഒഴിവ് ദിവസത്തെ കളിക്ക് 40 ലക്ഷവും മുടക്കിയ ഈ ഷാജിക്ക് അറിയില്ല. അദ്ദേഹം ഡൽഹിയിലെ ആർട്ട് ഗാലറി നടത്തുന്ന ആളാണ്. അതുപോലെ കറണ്ട് പോലും വെള്ളം പോലും കടന്നു ചെല്ലാത്ത ഒരു കുഗ്രാമത്തിൽ പാവപ്പെട്ട ആൾക്കാരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഒക്കെ നടത്തി മനസമാധാനത്തോടെ ജീവിക്കുന്ന ആളായിരുന്നു. സെക്സി ദുർഗ എന്ന സിനിമയുണ്ടാക്കി ഈ മഹാൻ. വിവാദമായപ്പോൾ എസ് ദുർഗ എന്ന് പേര് മാറ്റി. ഈ ചിത്രത്തിന് നോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പ്രൈസ് മണിയായി 35 ലക്ഷം രൂപ കിട്ടി. ആ 35 ലക്ഷം രൂപ കിട്ടിയിട്ട് അതിനുവേണ്ടി പൈസ മുടക്കിയ ഈ പാവം ഷാജി മാത്യു എന്ന് പറഞ്ഞ മനുഷ്യന് 10 പൈസ ഈ സൽകുമാരൻ കൊടുത്തില്ല. 35 ലക്ഷവും വിഴുങ്ങി. പോക്കറ്റിലിട്ട് അവൻ വിലസി ജീവിച്ച് കാണും. ക്യാമറയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഓരോ പൊട്ട കണ്ണട വാങ്ങിച്ച് കൂടെ കണ്ണട വാങ്ങിക്കലാണല്ലോ ജോലി. മമ്മൂട്ടിക്ക് പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. ആഴ്ചയിലൊരിക്കൽ കണ്ണട മാറ്റുമല്ലോ. അപ്പോൾ വില കൂടിയ കണ്ണടയൊക്കെ വാങ്ങി വെച്ച് അമേരിക്കയിലുമൊക്കെ പോയി ഈ പൈസ അടിച്ച് തീർത്തു. ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിലെല്ലാം ഏതെങ്കിലും ഒരാളെ കൂടി പാർട്ണറാക്കും. ആ കാശ് ഷാജി മാത്യുവിനെ കുപ്പിയിലിറക്കി വാങ്ങി ഇതിലിടും. ചുരുങ്ങിയത് പാവം ഒരു 2 കോടി രൂപ ഈ മഹാൻ്റെ സിനിമകൾക്കായി ഷാജി മാത്യു ചെലവിട്ട് കഴിഞ്ഞു. 10 പൈസ തിരികെ കൊടുത്തിട്ടില്ല. ശരിക്കും കലാകാരനായ മാന്യനായ പാവത്താനായ ഒരു മലയാളി ജീവിക്കാനായി സമൂഹത്തിന് കഴിയുന്നത്ര സഹായിക്കാനായി
ഡൽഹിയിൽ ജീവിക്കുന്നു. നിങ്ങളെ എങ്ങനെയാണ് ഈ മാനസിക ദ്രോഹി പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് ഷാജി മാത്യുവിനും പിടിയില്ല. കച്ചവട സിനിമാക്കാർ പോലും കളിക്കാത്ത വെറും തരികിട കളികൾ കളിച്ച് പറ്റിക്കുന്ന ശരിക്കും ഒരു ഫ്രോഡാണ് സനൽകുമാർ ശശിധരൻ. അത്തരം ഫ്രോഡുകൾക്ക് ഓശാന പാടുന്ന അടൂർ ഗോപാലകൃഷ്ണനും സംഘവും പിന്നെന്തിനാണോ അല്ലേ നല്ല സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റല്ലേ കൊടുക്കണേ. ഇവൻ ആളുകളെ മുഴുവൻ വേറൊരു വാക്കാണ് പറയേണ്ടത്, അത് ഇതിൻ്റെ ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ആളുകളെ മുഴുവൻ വലിപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ പരാന്ന ഭോജി ആരാ? ഞാനാണോ അവനാണോ? എടാ, ഞാൻ 1,18,00,000 രൂപ കടം വന്നപ്പോൾ പോലും ഒരാളെയും ദിനേശ് പറ്റിച്ചിട്ടില്ല. 1,65,00,000 രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത വീടിനെ 1,30,00,000 രൂപയ്ക്ക് കൊടുത്ത് 1,18,00,000 രൂപയും കടം തീർത്തവനാണ്ടാ ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ശശിക്ക് ഉണ്ടായതല്ല എന്ന്. മനസ്സിലായോ? ഞാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ്. ഇനിയെങ്കിലും നീ അത് ഓർത്തു വെച്ചോ. ഒരാൾ പൊക്കം ചെയ്യാനായി ഇറങ്ങുമ്പോൾ ഒരു കലാസംവിധായകനെ കൂടെ കൂട്ടി, മുരുകൻ. 2005 സനൽകുമാരൻ ഈ മുരുകനെ വിളിക്കുന്നു. ഞാനൊരു സിനിമ ആദ്യമായി ചെയ്യാൻ ശ്രമിക്കുകയാണ്, എൻ്റെ കൂടെ സഹകരിക്കാമോ? ആർട്ട് മാത്രമല്ല, എല്ലാത്തിലും. അതിലെല്ലാം സിനിമയുടെ ഏറ്റവും സെറ്റിൽ ശ്രദ്ധിക്കുന്ന ആളല്ലേ. എന്നോടൊപ്പം സഹകരിക്കാമോ എന്ന് തിരക്കുന്നു. പിന്നെന്ത് വരാം എന്ന് മുരുകൻ. നമ്മുടെ പ്രശസ്തനായ KR ഷൺമുഖണ്ണൻ കലാസംവിധാന രംഗത്ത് സഹായിയായി തുടക്കം കുറിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാണ് മുരുകൻ. 30 വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഒരാൾ പൊക്കം, ഒഴിവ് ദിവസത്തെ കളി, എസ് ദുർഗ, 3 സിനിമകളുടെ തുടക്കം മുതൽ അവസാനം വരെ മുരുകൻ ഈ പറയുന്ന സനൽകുമാറിൻ്റെ കൂടെ സഹകരിച്ചു. ഈ സനൽകുമാരൻ എന്ന കള്ളക്കലാകാരൻ സിനിമയെടുപ്പിൻ്റെ മറവിൽ കാണിക്കുന്ന കള്ളങ്ങൾ നിരവധിയാണ്, പെൺവിഷയങ്ങൾ നിരവധിയാണ്, പറ്റിപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഷാജി മാത്യു അടക്കം പരിചയപ്പെട്ടവരെയൊക്കെ പരിചയപ്പെട്ട വീണ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലും ഒരാളിൻ്റെ നിന്ന് 28 ലക്ഷം രൂപ എന്തോ വാങ്ങി. അല്ല, പേര് ഞാൻ മറന്നുപോയി. 28 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അയാളും സ്വാഹ, ആ പൈസയും പോയി. ഇതൊക്കെ നന്നായി അറിയാവുന്ന ഒരു നടിയാണ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാൻ മുരുകനോട് പറഞ്ഞതെന്ന സത്യവും മുരുകൻ എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ മുരുകൻ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അത് മറ്റേ ചേച്ചിയില്ലേ, ആ ചേച്ചി തന്നതാണ്. ഇയാളെ പറ്റിയുള്ള ഡീറ്റെയിൽ A to Z എനിക്കറിയാവുന്നതുകൊണ്ട് നീ അതെല്ലാം ദിനേശിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചതെന്ന് മുരുകൻ പറഞ്ഞു. ആദ്യ സിനിമ വർക്ക് ചെയ്തപ്പോൾ മുരുകന് മനസ്സിലായി ഈ സാറ് കോടമ്പക്കത്തുള്ള സിനിമാക്കാരേക്കാൾ ഫ്രോഡാണ്, തട്ടിപ്പാണ് എന്ന്. സ്ത്രീലമ്പടനാണ്. എസ് ദുർഗ ഷൂട്ടിംഗ് സമയത്ത് മുരുകൻ ചോദിക്കാതെ ഈ സനൽകുമാരൻ സാർ പറഞ്ഞു, ഈ സിനിമ വിജയമായിരിക്കും ഉറപ്പ്, അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിൽ 20% മുരുകണ്ണന് തരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. വലയത്തിൻ്റെ നിർമ്മാതാവ് ആ ഫ്രോഡ് എന്നോട് പറഞ്ഞല്ലോ, ദിനേശിന് ഞാനൊരു തുക തരും എന്ന് പറഞ്ഞു. ഈ തരക്കം മാത്രമേ ഉള്ളൂ, എല്ലാവരും തരും. അപ്പോൾ മുരുകണ്ണന് ഞാൻ 20% പ്രോഫിറ്റിൻ്റെ ഷെയർ തരും എന്ന് പറഞ്ഞു. എല്ലാം വാക്കാലാണേ, ഒന്നും ഈ ഷാജി മാത്യു അടക്കം ഒരാളുടെയും എഗ്രിമെൻ്റ് ഒന്നുമില്ല. ഈ ചിത്രമാണ് നോട്ടർഡാമിൽ 1ാം സമ്മാനം കിട്ടിയപ്പോൾ 35 ലക്ഷം രൂപ പ്രൈസ് മണിയായി കിട്ടിയത്. അതോടെ സനൽകുമാറിൻ്റെ സ്വഭാവം മാറി. അന്ന് പറഞ്ഞതൊക്കെ മാറിയെണ്ണ, അത് ശരിയാവില്ല. 6 പടങ്ങൾ ഈ ഫ്രോഡിൻ്റേതിന് കാശിറക്കിയ ഷാജി മാത്യുവിനും ഈ കിട്ടിയ 35 ലക്ഷത്തിൽ നിന്നും 10 പൈസ കൊടുത്തില്ല എന്ന് ഷാജി തന്നെ എന്നോട് പറഞ്ഞു. ഇവനൊക്കെയാണ് ഉദാത്തമായ സിനിമ എടുക്കാൻ നടക്കുന്ന മഹാന്മാർ. അയാളെ കൊന്ന് പിഴിഞ്ഞ് ഒരു പരുവമാക്കി എന്നാണ് മുരുകൻ എന്നോട് പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ ഷാജി മാത്യുവുമായി സംസാരിക്കുമ്പോൾ ഞാനിത് ചോദിച്ചു. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര കുഞ്ഞുങ്ങളാ എന്ന് ചോദിച്ചു. 2 പേർ സാർ. തലപ്പോക്കൊക്കെ വച്ചോ? എന്നിട്ട് ഇല്ല, പഠിക്കുന്നു. നന്നായി. വളർന്ന് വലുതായിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കണ്ടവന് കാശ് ഉണ്ടാക്കാനും പേരുണ്ടാക്കാനുമായി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട കാശ് ഇങ്ങനെ അച്ഛൻ കളയുന്നത് എന്ന് അവർ ചോദിച്ചനെ എന്ന് ഞാൻ പറഞ്ഞു. കുടുംബം അക്കാര്യം ചോദിക്കുന്നുണ്ട് സാർ. ശരിക്കും മാനസികമായി തകർന്ന അവസ്ഥയിലാണിപ്പോൾ ഞാൻ എന്നാണ് ഷാജി മാത്യു എന്ന പാവം എന്നോട് പറഞ്ഞത്. ഷാജി മാത്യുവിൻ്റെ ആർട്ട് ഗാലറിയുടെ പേരാണ് ഈ ഫ്രോഡിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെയും പേര്. അത് കാണിച്ചാണ് പാവത്തിനെ പിഴിയുന്നത് എന്നത് അദ്ദേഹം അറിയുന്നില്ല.
കാശ് മുടക്കുന്നത് ഷാജി മാത്യു. സിനിമയിൽ ഷാജി മാത്യുവിൻ്റെയും ഭാര്യയുടെയും പേരുകൾ നിർമ്മാതാവിൻ്റെതായി വയ്ക്കും. കിട്ടുന്ന കാശെല്ലാം ഈ തരികിടെ എടുക്കും. ഒരു സന്യാസിയാണെന്ന് ഇവനെ ഷാജി മാത്യുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അത് തുറന്നു പറയാൻ ഷാജിക്കൊരു ചമ്മൽ. ഒരു സ്വാമിയാണ് കൊണ്ടുവന്ന്, യാതൊരു ആസാമി. ഒരാൾ പൊക്കം ചെയ്യാനായി ഡൽഹിയിലെ ഷാജി മാത്യുവിൻ്റെ ആർട്ട് ഗാലറിയിൽ പോയി താമസിച്ച ബന്ധത്തിലാണ് 6-7 സിനിമയ്ക്കായി 2 കോടി രൂപയോളം ഷാജി മാത്യു ഇതുവരെ മുടക്കിയത്. 5 വർഷം സനൽകുമാറിൻ്റെ കൂടെ നടന്ന് 3 സിനിമകൾ വർക്ക് ചെയ്ത മുരുകന് ഈ കലാകാരൻ്റെ A to Z തരികിടകൾ അത്രയും വ്യക്തമായിട്ടും അറിയാം. എൻ്റെ പറഞ്ഞത്, സാർ എപ്പോഴെങ്കിലും എന്നെ വിളിച്ചാൽ സാർ ഫ്രീ ആണെങ്കിൽ ഞാൻ കുറേ കഥ പറഞ്ഞു തരാമെന്നാണ് മുരുകൻ പറഞ്ഞത്. ഇവൻ്റെ കഥ കേട്ടിട്ട് എനിക്കെന്ത് ചെയ്യാൻ? രസകരമായ ഗോപ്യമായി വച്ചിരിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കുണ്ട് ഈ തരികിടയ്ക്ക്. CPM-നെയും പിണറായി വിജയനെയും സദാ തെറി വിളിക്കുന്ന ഒരു കോൺഗ്രസ് ഭക്തനാണിവൻ എന്നാണ് ഞാൻ ധരിച്ചത്, അടൂർ ഗോപാലകൃഷ്ണനും ധരിച്ചത്. ശശി പണ്ട് ഉപ്പ് കുറുക്കാൻ പോയിട്ടുണ്ടാവും എന്ന് കരുതിയ പൊട്ടനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവൻ കോൺഗ്രസ് ആയെന്ന് ഞാൻ കരുതി. ഇവൻ്റെ അച്ഛൻ ഉപ്പ് കുറുക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഗാന്ധിജിയോടെ. അതുകൊണ്ട് അത്ര അസ്ഥി പിടിച്ച കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ. ധനുവച്ചപുരം IT-യിൽ പഠിക്കുമ്പോൾ ABVP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ചെയർമാനായ കക്ഷിയാണവൻ. ഇപ്പം BJP-കാരെയും RSS-കാരെയും തള്ളക്കി വിളിക്കുന്നു. പിണറായിയെ വിളിക്കുന്ന അത്രയും വിളിക്കില്ല, ഇടി കിട്ടുമെന്നുള്ളതുകൊണ്ട്. അവിടുന്ന് LLB പഠിക്കാൻ പോയിടത്ത് പ്രേമിച്ച് കല്യാണം കഴിച്ചു ഒരു പാവം പെണ്ണിനെ. ഇയാളുടെ ശല്യം സഹിക്കാതെ വിവാഹബന്ധം വേർപിരിയാതെ തന്നെ 1 വർഷത്തോളം ഒരു വീട്ടിൽ 2 മുറികളിൽ ജീവിച്ചു. ഭാര്യ ഒരു മുറിയിൽ, ഭർത്താവ് വേറൊരു മുറിയിൽ. അവിടെയും രക്ഷകനായത് ഈ മുരുകനായിരുന്നു. രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സംവിധാന പ്രഭുവിന് കയറ്റി കൊടുക്കും കഴിക്കാൻ. എന്നിട്ടാണ് സിനിമയ്ക്കായി വേട്ടയ്ക്കിറങ്ങുന്നത്. 1 വർഷത്തിലധികം അങ്ങനെ ഒരു വീട്ടിൽ 2 പൊറുതിയായി കഴിഞ്ഞ ശേഷമാണ് കെട്ടും പാണ്ഡവും എടുത്ത് ഈ സാർ ഇറങ്ങിയത്. പറയാൻ വിട്ടു, ആദ്യ സിനിമ ഒരാൾ പൊക്കം ഡൽഹിയിൽ ഷൂട്ടിംഗ്. അതിൽ ഒരു ക്യാരക്ടർ അഭിനയിക്കാനായിട്ടൊരു കുട്ടി വേണം. കുട്ടിയും കുട്ടിയുടെ ചേച്ചിയും അമ്മയുമായി ലൊക്കേഷനിൽ വരുമായിരുന്നു. ഒരാൾ പൊക്കം തീരുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മയുമായിട്ട് ഒരു ലോഹ്യ ബന്ധം. ഇവൻ എവിടെ പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ മതി എന്നാണ് പറയണത്. എന്നിട്ട് അവൻ ക്യാമറയുടെ പിന്നിൽ അടിക്കുന്ന ഡയലോഗുകളൊക്കെയാണ് നിങ്ങൾ കേൾക്കാൻ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ഓർത്തു വച്ചോ, ലോക പെണ്ണുപിടിയനും സ്ത്രീ ലംബടനുമാണ് ഈ പറയുന്ന സനൽകുമാരൻ. തെളിവുകളെല്ലാം എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ആ തള്ളയുമായിട്ട് കയറി ലോഹ്യത്തിലായി. പെൺവിഷയത്തിൽ അവനൊരു ഭൂലോക തരികിടയാണെന്നാണ് അതിൻ്റെ തരികിടയുടെ ഒരു ഉദാഹരണമാണ് ഞാനീ പറയുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ പാവങ്ങൾ പോയിട്ടും ഇവൻ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടും പ്രേമിച്ച് കെട്ടിയ ഒരു ഭാര്യയും യവനോളം വളർന്ന 2 ആൺമക്കളും ഉണ്ടായിട്ടും യവനൊരു ലൈനം കിട്ടു. ഏത്? ഭർത്താവും 2 കുട്ടികളും ഉള്ള സ്ത്രീക്ക്. ഈ വിവരം ഔദ്യോഗിക ഭാര്യ അറിഞ്ഞു, യവൻ്റെ ഭാര്യ അറിഞ്ഞു, ഡൽഹിയിലെ ഔദ്യോഗിക ഭർത്താവ് പറഞ്ഞു, മറ്റേ ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു. ഇടി ഉറപ്പായപ്പോൾ അവിടെ നിർത്തി 1 ദിവസത്തെ കളി. ഇതാണ് ഇവൻ്റെ കയ്യിലിരിപ്പ്. എന്തെങ്കിലുമൊക്കെ നിനക്ക് അതിൻ്റെ തെളിവുകൾ അറിയണമെങ്കിൽ നീ എന്നെ വിളി, ഞാൻ തരാം. പിന്നെ അവൻ മാത്യുവിനെ കെട്ടാൻ നടക്കുന്ന കഥ. അല്ല, മാത്യുവിനെ അല്ല, മഞ്ജുവിനെ കെട്ടാൻ നടക്കുന്ന കഥ. മഞ്ജുവിന് സുന്ദരം എന്നൊരു മാനേജർ ഉണ്ടായിരുന്നു മുമ്പ്. മഞ്ജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് മുട്ടിയപ്പോൾ അവരഭിനയിക്കാൻ തയ്യാറായി. കഷ്ടകാലം പോകുന്ന സമയമായിരിക്കാം. തിരക്കഥ വായിക്കണമെന്ന് മഞ്ജു പറയുന്നു. 3 തിരക്കഥകൾ മഞ്ജു വായിച്ചു ഈ സാറിൻ്റെ. കൊള്ളാം, പക്ഷേ എനിക്ക് വേണ്ട എന്ന് മഞ്ജു പറഞ്ഞു വെച്ചു. ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർ ഊരി. പണി നന്നായി മേശരി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ പോലെ. ഇതോടെ സനൽകുമാരൻ ഒരു പ്രഖ്യാപനം നടത്തി, എനിക്ക് താരങ്ങളെ വെച്ചുള്ള സിനിമകൾ ഇനി വേണ്ട, ഓഫ് ബീറ്റ് സിനിമകൾക്ക് താരങ്ങൾ വേണ്ടല്ലോ. എന്നിട്ട് കമേഴ്ഷ്യൽ സിനിമ ഷൂട്ട് നടക്കുന്നിടത്തെല്ലാം വായി നോക്കാൻ പോകും. ഏതെല്ലാം കച്ചവട സിനിമ നടക്കുന്ന അവിടെയെല്ലാം പോകും. കാരണം അവിടെയല്ലേ താരങ്ങളുള്ളൂ. ടൊബീനെയും ജോജുവിനെയും മഞ്ജുവിനെയും ഒക്കെ അങ്ങനെയാണ് ഡേറ്റ് വാങ്ങിയത് എന്ന് മാത്രമല്ല, അവരെയൊക്കെ നിർമ്മാണ പങ്കാളിയുമാക്കി. മൂവരോടും വഴക്കിട്ടെന്ന് ഞാൻ പറയണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് പറയണ്ട. എന്നെ ഇവിടെ നിന്നാൽ കൊല്ലുമെന്ന് പുളുവടിച്ച്
അമേരിക്കയിലേക്ക് ഇദ്ദേഹം പോയല്ലോ. പക്ഷേ അതിന് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അതർ ലാംഗ്വേജിൽ സിനിമകൾ എടുക്കുന്നവർക്ക് ടെക്നിക്കൽ നോളജിനായി അവിടെ പഠിക്കാൻ അമേരിക്കയിൽ ചെന്നാൽ ഒരു പാക്കേജിൽ പഠിക്കാം. 3 മാസത്തെ എന്തോ കോഴ്സാണ്. അതിന് പോയിട്ടാണ് എന്നെ കൊല്ലുമെന്ന് പേടിച്ച് അമേരിക്കയ്ക്ക് മുങ്ങിയെന്ന് ഇദ്ദേഹം വീരവാദം പറയുന്നത്. ആളെന്തായാലും വേന്ദ്രനാണ്. ABVP IT യൂണിയൻ ചെയർമാനായിരുന്നവൻ അടൂർ അടക്കമുള്ള കോൺഗ്രസ്സുകാരെ തനിക്കായി ചാടിക്കാൻ പോലും കഴിയുന്ന വേന്ദ്രനാണ് ഈ പ്രിയപ്പെട്ട സംവിധായകൻ. കോട്ടയ്ക്കകത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഉദാത്തമായി സിനിമകൾ ഉണ്ടാക്കാനും നല്ല സിനിമകൾ കാണിക്കാനും ഒക്കെ ആയിട്ട് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ട് സഹസംവിധാനം അല്ലെങ്കിൽ സംവിധാന സഹായി ആയി പഠിക്കാൻ വന്ന ചിലരെ ഇയാൾ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നുള്ള കഥകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിലെ വലിയ പേരുകാരനായ ഒരു സാഹിത്യകാരൻ്റെ പേരക്കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൻ്റെ കൂടുതൽ പറയുന്നില്ല. കാരണം അവരൊക്കെ മാന്യമായി വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്നവർ ആയതിനാൽ ഇവിടെ അത്തരം വാട്ടർ ഗേറ്റ് സംഭവങ്ങൾ ഞാൻ തുറക്കുന്നില്ല. സൽകുമാര, പറയേണ്ടി വന്നാൽ ഞാൻ എല്ലാം പറയും. നീ ആൾ വേന്ദ്രനാണ്, പെണ്ണുപിടിയിൽ മാസ്റ്റർ ഡിഗ്രിയും തട്ടിപ്പിൽ ഡോക്ടറേറ്റ് നേടിയവനാണ് എന്നത് എന്നെ അതിശയിപ്പിക്കുന്നില്ല. അപാരമായ തൊലിക്കെട്ടിയും നല്ല പിള്ള ചമയാനുള്ള അഭിനയശേഷിയും ഉള്ളതിനാൽ നീ വിജയിക്കുന്നു എന്ന് മാത്രം. പക്ഷേ മാഫിയയിൽ നിന്നും പങ്കുപറ്റിക്കൊണ്ടാണ് ഞാൻ നിന്നെപ്പറ്റി പറയുന്നതെന്നാൽ നിൻ്റെ സ്വഭാവം വെച്ച് നീ എന്നെ അളക്കരുത്. നിൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണ്. അങ്ങനെ നീ എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ മഞ്ജു വാര്യരെ നേരിട്ട് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരുടെ പേഴ്സണൽ ടീമിനെയും അപ്പോൾ കാണാനിടയില്ല. കാരണം മഞ്ജുവിനെ പരിചയപ്പെടാൻ ചെന്നെങ്കിലേ എവരെയും കാണേണ്ട കാര്യമുള്ളൂ. മധു വാര്യർ എന്നെ 1-2 തവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അയാളെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല ഇതേവരെ. പിന്നെ ദിലീപ്, അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു തവണ പട്ടണം റഷീദുമായി ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, വീട്ടിലും ലൊക്കേഷനിലും. നിന്നെപ്പോലെ കണ്ടവനെ പറ്റിച്ചും അടിച്ചു മാറ്റിയും പെണ്ണു പിടിച്ചും ജീവിക്കുന്നവനല്ല ദിനേശ് എന്ന് ഇനിയെങ്കിലും ഓർത്തോ. എന്നെപ്പറ്റി വിവരക്കേടുകൾ പറഞ്ഞാൽ നിൻ്റെ കോട്ടയ്ക്കകത്ത് വാടക വീട്ടിലെ വ്യഭിചാര കഥയടക്കം ഞാനങ്ങ് പറയും. നീ ഒരു കോടമ്പക്കം ജന്മം ആകേണ്ടവനാണ്. അവിടെ സിനിമയിൽ നടക്കുന്നവർ പോലും നിന്നെപ്പോലെ പറ്റിച്ചും സഹായിക്കുന്നവൻ്റെ കൊച്ചിനെ കയറി പിടിക്കുന്നവനും അല്ല എന്ന് നീ പ്രത്യേകം ഓർത്തോ. സഹായിക്കുന്നവൻ്റെ കൊച്ചിനെ കയറി പിടിക്കുന്നവനും അല്ല കോടമ്പക്കത്തുള്ള സിനിമാക്കാരെന്ന് നീ ഓർത്തു വച്ചോ. നീ തനി തറ സിനിമാക്കാരനാണ്. നീ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. നീ മധു വാര്യരെ വിളിച്ച് വീണ്ടും വരട്ടിയെന്ന്. ഞാനിതാ വീണ്ടും പറയുന്നു, മധു വാര്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിൻ്റെ കച്ചവടം പൂട്ടിയനെ എന്ന് ഞാൻ തമാശയല്ല പറഞ്ഞത്, നിന്നെ ചവിട്ടി കൂട്ടിയനെ ഞാൻ. നീ അതിൽ കിണിച്ചുകൊണ്ട് പറയുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. മാഫിയയുടെ പണം വാങ്ങി ജീവിക്കുന്ന പരാന്ന ജീവികളിൽ ഒരാളായി നീ എന്നെ പറയുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് എന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ. അത് ചെയ്തിരിക്കുന്നത് ഈ മാഫിയയുടെ പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന പരാന്ന ജീവികളിൽ ഒരാളാണ്. അയാളിങ്ങനെ ചോദിക്കുന്നു, ഈ മഞ്ജു വാര്യരുടെ ബ്രദറിനും മദറിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇയാൾ എന്തിന് ഇടപെടുന്നു? ഞാനായിരുന്നു അവരുടെ ബ്രദറെങ്കിൽ ഞാൻ അവിടെ പോയി ഇവനെ അടിച്ചു പറിച്ചേനെ എന്നൊക്കെ പറയുന്നു. നിനക്ക് ജന്മം തന്നവൻ ആ ശശിധരൻ എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ, 10 തവണ ജനിച്ചാൽ നിന്നെ പോലെ ആകില്ല ഞാൻ. കൂടെ വിശ്വസിച്ച് നടന്നവനെയും സഹായിച്ചവരെയും വലിപ്പിച്ച് ജീവിക്കുന്ന നിന്നെ പോലെയാണ് ഞാനെന്ന് കരുതിയോ നീ? അത് നിനക്ക് തെറ്റിപ്പോയോണ്ടാണ്. അതുപോലെ തന്നെ നിൻ്റെ ശിക്ഷയായി വരുന്ന പിള്ളേരെയൊക്കെ കയറി പിടിച്ച് അവരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന പോലെ ഞാൻ ഒരുത്തരെയും ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ ഒരു പെമ്പിളരെയും എൻ്റെ അസിസ്റ്റൻ്റ് ആക്കിയിട്ടില്ല. നിൻ്റെ കഥകൾ ഞാൻ ഒന്നൊന്നായി പറഞ്ഞാൽ നീ വീണ്ടും അമേരിക്കയിൽ പോയിട്ട് വരും, ഓർത്തു വച്ചോ. 52 മിനിറ്റിലെ പ്രോഗ്രാമിൽ നിനക്ക് സൂട്ടബിൾ അല്ലാത്ത ഒരക്ഷരം ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറയേണ്ട എന്നതിനാൽ മാറ്റിവെച്ചതുമാണ്. ആ പ്രോഗ്രാമിൽ പറയാനിരുന്നതാണ്, പക്ഷേ ഞാൻ അത് പറഞ്ഞില്ല. വേണ്ട, എവൻ എങ്ങനെ കൊണ്ടടിക്കട്ടെന്ന് പറഞ്ഞാൽ വിട്ട് ആരെങ്കിലും കൈകൊണ്ട് ചാവട്ടെന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, മഞ്ജു വാര്യരുടെ അമ്മയ്ക്കും സഹോദരനും ഇല്ലാത്തൊരു കാര്യത്തിൽ നുഴഞ്ഞു കയറാൻ നീ ആരാ എന്നാണ് നീ ചോദിക്കുന്നത്.
നാണം കെട്ടവനായതിനാലാണ് നീ ഇത് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, നീ രക്ഷപ്പെടുന്നത് എന്നെപ്പോലെ ഒരുവനല്ല മധു വാര്യർ. ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ ആപ്പീസ് പൂട്ടിയനെ ഇതിനിടയ്ക്ക്. നീ കോട്ടയത്ത് പോയപ്പോഴാണല്ലോ മാഫിയ അനുഭവം ആദ്യമായി ഉണ്ടാകുന്നത്. കയറ്റം ഷൂട്ടിംഗ് നടക്കുമ്പോൾ മഞ്ജുവിന് ഷെൽട്ടർ ഉണ്ടാക്കി. അതിൽ മഞ്ജുവിൻ്റെ മാനേജരും മേക്കപ്പ് മാനും കൂടെ കിടന്നപ്പോഴല്ലേ നിനക്ക് മാഫിയ ചിന്ത വന്നത്. അത് ക്ലച്ച് പിടിക്കാതെ പോയപ്പോഴല്ലേ ദിലീപിനെ ചേർത്ത് പുതിയ മാഫിയ സംഘത്തെ നീ ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. മഞ്ജു താമസിക്കുന്ന ഹട്ടിൽ മഞ്ജുവിൻ്റെ പേഴ്സണൽ മാനേജരും മഞ്ജുവിൻ്റെ മേക്കപ്പ് മാനും കൂടെ കിടക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. ഹിമാലയം പോലൊരു സ്ഥലത്ത് ചെന്നാൽ ഇവ അതിനെ വേറെ അർത്ഥത്തിലെടുത്തിട്ട് അന്ന് തുടങ്ങിയതാണ്. ഇവൻ്റെ ഫേസ്ബുക്കിൽ ഒരു 4-5 വർഷം പുറകോട്ട് പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഇവ ഇട്ടേക്കണ പോസ്റ്റ്. മഞ്ജു എന്തിനാണ് ഇവരെയൊക്കെ കൂടെ കിടത്തിയത്, മനസ്സിലായില്ലേ? അന്ന് തുടങ്ങിയ അസുഖമാണ്. അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവൻ ദിലീപിൻ്റെ മാഫിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സഹോദരൻ്റെ ഗതികേട് നോക്കി ഈ ഫ്രോഡ് പറയുകയാണ്, ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കാതെ നേരിപ്പോയി മഞ്ജുവിനോട് സംസാരിക്കണമെന്ന് ഞാൻ മധു വാര്യർക്ക് ചട്ടം കിട്ടി. ഈ വിഷയം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ, മഞ്ജു വാര്യർ ഒരു മാഫിയയുടെ പിടിയിലാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആദ്യം വിളിച്ചറിയിക്കുന്നത് ഈ മധു വാര്യരെയാണ്. മധു വാര്യരോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ബ്ലോക്കായി, ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ ഫോണിൽ സംസാരിക്കരുത്, നേരിട്ട് പോയി കണ്ടു തന്നെ ചോദിക്കണം, കാരണം ഫോണിൽ സംസാരിച്ചാൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ വളരെ അനുഭാവത്തോടെ തന്നെ അത് കേട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പുള്ളി പറയുന്നു, നിങ്ങളെന്താണ് പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊന്നുമില്ല, അവരങ്ങനെയൊന്നുമില്ല, ഇതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾ ഫോണിൽ തന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അതിൻ്റെ സീരിയസ്നെസ് വളരെ കൃത്യമായിട്ട് പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് വളരെ ഷൗട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നതെന്നാണ്. അതിനുശേഷം പിന്നെ പുള്ളിയായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഫോണിൽ കൂടെ സംസാരിക്കരുത്, ഞാൻ ഫോണിൽ കൂടെ നിനക്ക് പറഞ്ഞു തരും. ആ ചോദ്യങ്ങളൊക്കെ നീ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് മഞ്ജുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ നീ അങ്ങനെ പറയുമ്പോൾ നിൻ്റെ തന്തയെ പറഞ്ഞു വിടറാ പണിക്കെന്ന് ഞാൻ പറയും. മധു പറയില്ല, പാവം. ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് പറയും, നീ ഈ പറയുന്ന ഭീഷണികൾ മഞ്ജു വാര്യരോട് പറയാൻ നിൻ്റെ തന്തയെ പറഞ്ഞു വിട് എന്ന് തന്നെ ഞാൻ പറഞ്ഞെന്നെ. ഇതിന് വല്ലതും നീ മറുപടി പറഞ്ഞാൽ നിൻ്റെ 16 അടിയന്തരം ഞാൻ തീർക്കും, ഉറപ്പാണ്. അത്രയും കഥ എൻ്റെ ഉണ്ട് നിന്നെ പറ്റിയുള്ള. അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ഒരു കോപ്പി അടൂർ ഗോപാലകൃഷ്ണനും മധു ഇറവുങ്കരയ്ക്കും അടക്കം, MF തോമസിനും അടക്കം, ജോയി മാത്യുവിനും മറ്റേ മഹേഷ് പഞ്ചുവിനും അടക്കം എല്ലാവരും ഞാൻ അയച്ചും കൊടുക്കും നിൻ്റെ ഈ തെളിവുകളെല്ലാം. അത്രയ്ക്ക് എൻ്റെ കയ്യിലിരിക്കുക നീ. അതുകൊണ്ട് എനിക്കെതിരെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ജീവിതം നേരെ പോകുന്ന പറഞ്ഞ് ജീവിക്കണമെന്നുണ്ടാ ഞാൻ. ഒരു സിനിമ ചെയ്യാൻ ഒരാൾ വന്നാൽ ആ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ജീവിക്കാനുണ്ടോ ഉള്ള വകയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ പ്രൊഡ്യൂസർ മുങ്ങുന്നത് കണ്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഒരുത്തിനും വലിപ്പിച്ചിട്ടില്ലടാ, ഒരുത്തിനും വലിപ്പിച്ചിട്ടില്ല. 75 ലക്ഷം രൂപയ്ക്ക് ഷൂട്ടിംഗ് തീർക്കാമെന്ന് പറഞ്ഞത് 82 ലക്ഷം ആയപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് 8,000 രൂപ, 1 ലക്ഷത്തിന് 8,000 രൂപ വെച്ച് പലിശ കൊടുത്ത് 7 ലക്ഷം രൂപ എടുത്ത് ആ പടം തീർത്തവനാണ് ഞാൻ. കാരണം ഞാൻ 3.5 വയസ്സ് വരെ ഒരാളെ അച്ചാന്ന് വിളിച്ചുള്ളെങ്കിൽ ഞാൻ പിന്നെ ആരെയും വിളിച്ചിട്ടില്ല. തന്തയ്ക്ക് പറഞ്ഞവനെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെ അളക്കാനുള്ള നാഴിയൊന്നും നിൻ്റെയിലില്ല സനൽകുമാര, അത് നിൻ്റെ കൈ വെച്ചരാ. അതുപോലെ നീ അന്വേഷിച്ച് നോക്കടാ, 40 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ വ്യഭിചരിക്കേണ്ട കണ്ണുകൊണ്ടെങ്കിലും മോശമായ രീതിയിൽ ദിനേശ് കണ്ടിട്ടുണ്ടോ എന്ന് വിളിച്ച് ഒരു സിനിമയിൽ. നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ കേട്ടോ. നീ എന്താ മാഫിയയുടെ പൈസ വാങ്ങിച്ച് ഞാൻ ജീവിക്കുന്നില്ലേ? അതിനേക്കാളും ഞാൻ എനിക്ക് ആത്മഹത്യ ചെയ്യില്ലേ വൃത്തികെട്ടവനെ. നീ എന്താ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കണേ? മാഫിയയുടെ പൈസ. നിനക്ക് മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കുമെന്നാണ് നിൻ്റെ വിചാരം. പുള്ളി എന്നെ പേടിക്കും. അല്ലെങ്കിൽ നീ പറ, ഞാൻ ഏത് മാഫിയയിൽ നിന്ന് എവിടെ വെച്ച് എന്ന് എപ്പോൾ എത്ര വാങ്ങി പറ. നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പറ. നീ നല്ല തന്തയ്ക്ക് പറഞ്ഞതല്ല എന്ന് നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നീ എന്നെ കൂടുതൽ പ്രകോപിപ്പിക്കരുതേ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ശാന്തമായിട്ടാണ് പ്രോഗ്രാമുകൾ ചെയ്യാറ്. കാരണം കേരളത്തിലെ മുഴുവൻ കോടതികളിലും കേസ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് വയ്യ. പിന്നെ LDF മാറി UDF ആയാലും പോലീസല്ലേ. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് ഒതുങ്ങി നടക്കുന്ന എന്നെ നീ മാഫിയയുടെ നിന്ന് പൈസ വാങ്ങി ജീവിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ അന്തസ്സായിട്ട് കടമെല്ലാം തീർത്തിട്ട് ഒരാൾക്ക് പോലും ഒരു ചില്ലി പൈസ കൊടുക്കാനില്ലാതെ കടമെല്ലാം തീർത്തിട്ട് അന്തസ്സായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവനാണ്ടാ ഞാൻ. നിന്നെപ്പോലെ പരാന്നഭോജിയല്ല. നീ നിൻ്റെ സഹോദരിയെ അക്കച്ചിയെ കെട്ടിച്ചു വിട്ട വീട്ടിലല്ലേ കിടക്കണേ. നിനക്ക് കയറി കിടക്കടമുണ്ടാ. എന്നെക്കൊണ്ട് പറയിക്കരുത്.
പറയിക്കാതിരിക്കുന്നത് നിൻ്റെ നല്ല കാലത്തിന്. നീ എന്തെങ്കിലും എന്നെപ്പറ്റി ഇനി പറഞ്ഞാൽ നിൻ്റെ തെളിവുകൾ മുഴുവൻ ഒന്നൊന്നൊന്നായിട്ട് ഓരോ എപ്പിസോഡായിട്ട് ചെയ്ത് ഞാൻ തീർക്കും. ഒരു പാവം കൊച്ചിനെയൊക്കെ നീ നശിപ്പിച്ച കഥ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതും ഒരു വലിയ സാഹിത്യകാരൻ്റെ പേരക്കുട്ടിയെ, വൃത്തികെട്ടവനെ. നീയാണോ എന്നെപ്പറ്റി പറയുന്നത്? പറഞ്ഞാൽ നിൻ്റെ 16 അടിയന്തരം ഞാൻ തീർക്കും. അത്രയ്ക്കുള്ള കഥ എൻ്റെ കയ്യിലുണ്ട്. മഞ്ജു വാര്യർ ഒരു സാധു ആയതിനാൽ അനുഭാവപൂർവ്വം മധു വാര്യർ കേട്ട, മഞ്ജു വാര്യരല്ല, മധു വാര്യർ ഒരു സാധു ആയതുകൊണ്ട് യവൻ പറഞ്ഞ മുഴുവൻ തെറിയും അനുഭാവപൂർവ്വം കേട്ടത്രേ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മധു തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞത്രേ. അയാൾ ഷൗട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. മധു, എടാ ചേരയും അണ പൊട്ടിയ ചേരയും കടിക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ക്ഷമ കെടുമ്പോൾ മധു ഇത്രയും തണുത്ത് നടക്കുന്നത് നിന്നെ പേടിച്ചിട്ടല്ല, സഹോദരിയെ ഓർത്തിട്ടാവാം, അവൻ്റെ ജീവിതം ഓർത്തിട്ടാവാം. ക്ഷമ കെട്ടാൽ എടാ പുല്ലേ നിന്നെ വല്ല ചവിട്ടി കൂട്ടൂടാവുമെന്ന്. നല്ല ആരോഗ്യമുള്ള പയ്യനാണ്, അവൻ്റെ ഒരു കയ്യെ കയറി പിടിക്കാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല എന്നും കൂടെ നീ ഓർത്തു വെച്ചോ. പിന്നെ ഞാൻ അമേരിക്കയിൽ പോയി. ഞാൻ മഞ്ജുവുമായി അമേരിക്കയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് അത്രേ. സംസാരിക്കാനോ കാണാനോ പറ്റാതായപ്പോൾ 5000 കിലോമീറ്റർ തെക്കോട്ടും 5000 കിലോമീറ്റർ വടക്കോട്ടും കാർ ഓടിച്ച് ആപ്പീസ് പൂട്ടി എന്ന് മുൻപ് പറഞ്ഞ മഹാനാണ് ഇപ്പോൾ പറയാണ് അമേരിക്കയിൽ വെച്ച് ഞാൻ മഞ്ജുവിൻ്റെ സംസാരിച്ചെന്ന്. ഞാനും മഞ്ജുവും അമേരിക്കയിൽ വെച്ച് സംസാരിച്ചു എന്ന് ഇവൻ കള്ളം പറയുന്നതാണ്. കാരണം ഇവൻ ഒരാളിൻ്റെ ഫോട്ടോ പരസ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇയാളായിരുന്നു അമേരിക്കയിലെ സ്പോൺസർ, ഇയാളാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ നേരിൽ കാണാതിരിക്കാൻ കളിച്ചതെന്ന് പറഞ്ഞവനാണ്. ഇപ്പോൾ അത് വിഴുങ്ങി. എനിക്ക് ഈ വലിക്കുന്നതുകൊണ്ടെല്ലാം മറന്നു പോകും. ഒരു 5 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം മറന്നു പോകുന്നു. ഈ ഒരുത്തൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് പറയുക ഇയാളാണ് അമേരിക്കയിൽ മഞ്ജു വാര്യരുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്. ഒരുത്തനാണ് എന്നെ മഞ്ജുവായിട്ട് സംസാരിക്കാനോ മഞ്ജുവിനെ കാണാനോ സമ്മതിക്കാതെ ഞാൻ ഈ 10000 കിലോമീറ്റർ കാർ ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പറയാണ് അമേരിക്കയിൽ വെച്ച് ഞാൻ മഞ്ജുവിൻ്റെ സംസാരിച്ചത്. മധു വാര്യരോട് ആദ്യം പറഞ്ഞത് കോട്ടയത്ത് കാണാൻ ചെന്നപ്പോൾ തടഞ്ഞു, ബ്ലോക്കാക്കി എന്നാണ്. കോടതിയിൽ മഞ്ജു കൊടുത്ത 164 നിയമപ്രകാരം ജഡ്ജിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനൊരു ഉദ്ഘാടനത്തിനായി കോട്ടയത്ത് പോയപ്പോൾ ഈ മഹാൻ കാണാൻ വന്നുവെന്നും കയ്യിൽ വല്ല ആസിഡോ മറ്റോ കരുതിയിരുന്നോ എന്ന് പേടിച്ചു പോയി എന്നും അമേരിക്കയിൽ ഞാൻ വരുന്നു, നമ്മൾ ഒന്നിച്ച് താമസിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൻ പറയുന്നു. ഇങ്ങനെയാണ് 164 കൊടുത്തത്. അത് കയ്യിൽ ആസിഡൊക്കെ ആയിട്ടാണ് വന്നതെന്ന് ഞാൻ പേടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റുന്നേട്ടാ, ഇപ്പോൾ പറയുന്നത് ഞാൻ അമേരിക്കയിൽ ഞാൻ വരുന്നു എന്ന് മഞ്ജു അറിയിച്ചു, നമ്മൾ ഒന്നിച്ച് താമസിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോയതാണെന്ന്. എടാ കല്യാണം കഴിക്കാത്ത നീ, അത് അന്ന് നിനക്ക് ഭാര്യയുണ്ട് മക്കളുമുണ്ട്, നീ എങ്ങനെയാ മഞ്ജുവിൻ്റെ ഒന്നിച്ച് താമസിക്കും? ഒന്നിച്ച് കിടക്കാമായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയാത്ത നന്നായി. മഞ്ജു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെനിക്ക് പരിചയമില്ലെങ്കിലും പറയുന്നു, കുട്ടി ആത്മാഭിമാനത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഈ ഇതുള്ള അലവലാദികൾ വിടരുത്. നിങ്ങൾ ഇനിയെങ്കിലും മൗനം വെടിയണം. ഈ അലവലാദിയെ പിടിച്ചകത്താക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി PD സതീശനെ കണ്ട് നിങ്ങൾ പരാതി പറയണം. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു അലവലാതി എന്ന് പറയണം. ഇനിയും അത് നീണ്ടു പോകരുത്. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോയത്രേ. പക്ഷേ ഇവർക്ക് വിൽ പവറില്ല, അതാണ് പ്രശ്നം. ചങ്കൂറ്റയില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒന്നിച്ച് താമസിക്കുന്നത് കൊതി പിടിപ്പിച്ച് സ്വപ്നം കണ്ടിരുന്നതായിരിക്കും അമേരിക്കയിൽ. കോട്ടയ്ക്കകത്തെ വാടക കെട്ടിടത്തിൽ നടത്തിയ പോലുള്ള കലാപരിപാടികൾ ഉറപ്പായിട്ട് യമൻ സ്വപ്നം കണ്ടു കാണും. നിങ്ങൾ എന്നെ എൻ്റെ പാട്ടിന് വിടണം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകണം, എനിക്കുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ്, എനിക്കെതിരെയുള്ള കേസ് എന്താണ്, എനിക്കെതിരെയുള്ള തെളിവുകളുണ്ടെങ്കിൽ കോടതിയിൽ തെളിവ് കൊടുക്കണം, അതല്ല എങ്കിൽ എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഇന്നലെ വരെ മഞ്ജു അല്ല സ്റ്റേഷനിൽ പരാതി കൊടുത്തതെന്നും മറ്റേ മാഫിയ കൊടുത്ത കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞ സാറ് ഇപ്പോൾ പറയുകയാണ് മഞ്ജു ഒന്നുകിൽ പരാതി കൊടുത്തതിൻ്റെ തെളിവുകൾ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണം. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കരച്ചിലും ബഹളവും ഒക്കെയാണത്രേ ആര്, മഞ്ജു വാര്യർ. ഈ ചേട്ടൻ വിളിച്ചാൽ ഓടാൻ കരയുമെന്ന്. എനിക്കൊരു നിവർത്തിയില്ല, ചേട്ടൻ്റെ കിടക്കാനും പറ്റുന്നില്ല. ചേട്ടാ എന്നെ രക്ഷിക്കൂ ചേട്ടാ, മാഫിയയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ ചേട്ടാ എന്നൊന്ന് മഞ്ജു കരയുന്ന. അവൾക്ക് വേറെ ജോലിയുണ്ടെന്നേ. 900 പരസ്യവും ബ്രാൻഡ് അംബാസഡറും സിനിമയും തമിഴും മലയാള സിനിമയും തമിഴ് സിനിമയും എല്ലാമായിട്ട് മിനിറ്റുകൾക്ക് വിലയുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവൻ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
കരച്ചിലും ബഹളവും ഒക്കെയാണെന്ന് മഞ്ജു വാര്യർ. അവരുടെ ഫോൺ മാനേജറുടെ ഫോണുമായി കണക്ട് ചെയ്ത് ട്രാപ്പിലാക്കിയിരിക്കുന്നത് പറഞ്ഞ കക്ഷിയാണ് ഈ സനൽകുമാരൻ. ഞാൻ മധു വാര്യരെ വിളിച്ചു, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, സോൾവ് ചെയ്യണം. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളോ ഞങ്ങൾ പ്രണയത്തിലാണ് എന്നതോ ഒന്നും ഞാൻ മധുവിനോട് പറഞ്ഞില്ല. കാരണം ഇടി കിട്ടുമെന്ന് പേടിച്ചു. അയാൾക്ക് അറ്റാക്ക് വന്നാലൊന്നും ചിലപ്പോൾ പേടിച്ച് കാണും. നിങ്ങൾ ഇടപെടണം. സത്യസന്ധമായി അവർ കൊടുത്ത കേസാണെങ്കിൽ തെളിവ് കൊടുക്കാൻ പറയണം, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി തരണം ദയവ് ചെയ്ത്. ഞാനൊന്ന് സംസാരിച്ചിട്ട് പറയാമെന്ന് മധു വാര്യർ പറഞ്ഞു. അതിനുശേഷം അളിയൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കുന്നില്ല. പലതവണ വിളിച്ചു നോക്കി, അളിയൻ ഫോൺ എടുക്കണേയില്ല. ആര്? മധു വാര്യർ ഫോൺ എടുക്കുന്നേയില്ല. എന്താ കാരണം? പറ, എന്താ കാരണം? ഫോണിൽ അളിയനെ മധു ബ്ലോക്ക് ചെയ്തിട്ടുമില്ല, പക്ഷേ ഫോൺ എടുക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ 5 വർഷമായി പറയുന്നു, ഇങ്ങനെ ഒരു സ്ത്രീ, ഇവരുമായി ഞാനൊരു ബന്ധത്തിലാണ്. ഇവരെന്നോട് ഇത്ര കാലം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ലൈഫിന് ത്രെഡുണ്ട്. ഇവരുടെ മകളുടെയും ഇവരുടെ ഫാമിലിയുടെയും ലൈഫിന് ത്രെഡുണ്ട് എന്ന് ഞാൻ പറയുകയും ഇവരുടെ ഫാമിലിയിൽ ഒരു ബ്രദർ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ബ്രദറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഫേസ്ബുക്കിൽ ഇദ്ദേഹം ചോദിക്കുന്നത്. അതാ സനൽകുമാര ഞാൻ പറഞ്ഞത്, ഞാനാണ് മധുവിൻ്റെ സ്ഥാനത്തെങ്കിൽ നീ ഇപ്പോൾ എണ്ണത്തോണിയിൽ കുളിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും. ഉറപ്പായിട്ട് മധുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു, നീ ഇപ്പോൾ ആയുർവേദ കോളേജിലെ എണ്ണത്തോണിയിൽ കിടക്കുകയായിരിക്കും. ഉറപ്പായും ഇടപെടും അല്ലേ? സനൽകുമാരൻ ചോദിക്കുകയാണ്. ഒന്നുകിൽ ഈ വിഷയങ്ങൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് സമൂഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇയാൾ ഒരു വീട്ടുതടങ്കലിലായിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം, എന്നെ ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ അമ്മയ്ക്ക് വളരെ വിശദമായിട്ടൊരു ലെറ്റർ എഴുതി. ഞാൻ നിങ്ങളുടെ മകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനൊന്നും പോകുന്നതല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പറയാൻ പോയതാണ്, നിങ്ങളത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ കത്ത് പുള്ള് പോസ്റ്റ് ഓഫീസിൽ പോയി 15 ദിവസം കിടന്നു, മുന്നോട്ട് പോയില്ല. ആ ലെറ്റർ ഡെലിവറി ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ പലതവണ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതികൾ കൊടുത്തിട്ടാണ് ഈ കത്ത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഇവരുടെ ഫാമിലിയിലെ സർവൈലൻസ്. ഞാനിത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, മഞ്ജു വാര്യർക്ക് ബ്രദറില്ലേ, മദറില്ലേ, നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്നാണ്. ഈ ബ്രദറിൻ്റെയും മദറിൻ്റെയും അവസ്ഥയാണ് ഞാൻ ഇത്. ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും എനിക്കെതിരെ വളരെ മോശമായിട്ട് ബ്ലാസ്റ്റ് ചെയ്യും അല്ലേ? ഫോൺ എടുത്തിട്ട് തെറി പറയും അല്ലേ? അല്ലെങ്കിൽ എന്നെ വന്ന് നല്ല തല്ല് തരും, അതല്ലേ? പക്ഷെ ഇയാൾ മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊന്നുമില്ല, ഇയാൾക്ക് ഭയമാണ്, അതല്ലെങ്കിൽ ഇയാളൊരു സ്കാവഞ്ചറാണ്. ഇത് രണ്ടായാലും പുറത്തു വരണം. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഈ ഫാമിലി എങ്ങനെ ജീവിക്കും? സൊസൈറ്റിക്ക് അപമാനമല്ലേ അത്? ഇത് പറയണ്ടേ? ഇതാരും മിണ്ടണ്ടേ? അപ്പോൾ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ആരും മിണ്ടാത്ത, അവരുടെ സ്വന്തം ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പോലും മിണ്ടാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അവരെന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ അവർ പുറത്തു നിന്ന് പറയണ്ടേ? പരസ്യമായിട്ട് പറയണ്ടേ ഈ സനൽ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? എന്തിനു പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇഷ്യൂ എന്ന് നിങ്ങൾ ചോദിക്കൂലേ? ഒന്നുകിൽ എന്നെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എന്നെ വന്ന് നേരിട്ട് കാണും. ചിലപ്പോൾ ഞാൻ മോശക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 തല്ല് വരെ തന്നു എന്ന് വരും. എനിക്ക് 2 അടി വരെ തന്നു എന്ന് വരും എന്നാണ് പറഞ്ഞത്. കാരണം അടി കൊള്ളാനുള്ള പരിപാടികളാണല്ലോ ചെയ്യുന്നത്. ഇയാൾ പക്ഷേ എന്താ ചെയ്യുന്നത്? ഇയാൾ മധു വാര്യർ. ഞാൻ മഞ്ജു വാര്യരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അമ്മയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന്. മഞ്ജു വാര്യരോട് ചോദിച്ചെന്ന്, കല്യാണാലോചന അമ്മയുമായിട്ടാകട്ടെ എന്ന് ചോദിച്ചെന്ന്. എൻ്റെ കയ്യിൽ അവരുടെ ഫോൺ നമ്പറുണ്ട്, പണ്ട് അവർ തന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞത് കാര്യമില്ല, വിളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താ കാര്യം? എൻ്റെ അമ്മ ഫോൺ എടുക്കാറില്ല. വിളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയണേ. എടാ, അവർ ഫോൺ എടുക്കാറില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. പക്ഷേ ഇവൻ പറയുന്നത് കാര്യമില്ല, വിളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താ കാര്യം? അവർ ഫോൺ എടുക്കാറില്ല. ശരിയാണ്, അവരുടെ അമ്മ ഫോണും എടുക്കില്ല, വിളിച്ച് സംസാരിക്കാനും പറ്റില്ല. ഈ മധു വാര്യരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫോൺ എടുക്കാറേ ഇല്ല. ഈ വിഷയങ്ങൾ എല്ലാമുണ്ട്.
ഞാൻ ഈ പറയുന്നത് പോലെ 6 മാസത്തിൽ ഒരിക്കൽ ഈ വിഷയം സൊസൈറ്റിയിൽ ലൈവാക്കി കൊണ്ടുവരുന്നുണ്ട്. 6 മാസം കൂടുമ്പോഴാണ് അവന് വട്ടളവണേ, അപ്പോഴവൻ ലൈവാക്കി കൊണ്ടുവരുമെന്ന്. 6 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ എന്ന് ഇത് ആരംഭിച്ചത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇതേ കാര്യം തന്നെ ഞാൻ പറയുന്നു. ഈ സ്ത്രീ ഒരു മാഫിയ തടവിലാണ്. ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പുണ്ട്. ഞങ്ങളെ കാണാൻ അനുവദിക്കാതിരിക്കുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ 5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രദർ എന്ന നിലയ്ക്ക് ഇയാൾ ഇടപെടേണ്ടതല്ലേ? നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ? പിന്നെ എന്തുകൊണ്ടാവും മധു വാര്യർ ചെയ്യാത്തത്? ഒന്നുകിൽ ഇയാളും ബ്ലാക്ക് മെയിൽഡിലായിരിക്കും, ഇയാൾക്കും ഭയമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇയാൾ ഈ കോക്കസിൻ്റെ ഭാഗമായിരിക്കും. അത് മഞ്ജുവിനെ തീർക്കാൻ നടക്കുന്ന, മഞ്ജുവിനെയും മോളെയും തട്ടാൻ നടക്കുന്ന കോക്കസിൻ്റെ ഭാഗമായിരിക്കും മധു വാര്യർ. ഇവൻ്റെ നാക്ക് മുഴുകൂലെന്ന് ആലോചിക്കുക. ഇയാളും വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, ഇവൾ മരിച്ചുപോയി കഴിഞ്ഞെങ്കിൽ കുറച്ച് കാശ് എനിക്കും കിട്ടുമല്ലോ, ഇവരുടെ സ്വത്തിൻ്റെ ഭാഗം എനിക്കും കിട്ടാം. അങ്ങനെ ആയിരിക്കും. അതല്ല എങ്കിൽ ഇയാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ പോട്ടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും മധു വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇവൾ മരിക്കും, അല്ലെങ്കിൽ ഇവർ സോൾവ് ചെയ്യും. എന്തായാലും നമ്മളതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യം, നമ്മുടെ കാര്യം സുഖമായി ജീവിച്ചു പോകാം. ഈ 3 കാര്യത്തിലൊന്നായിരിക്കും മധു വാര്യർ ചിന്തിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. മഞ്ജു ചാവൂന്നൊക്കെയാണ് അവൻ പറയുന്നത്. മധു വിചാരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. എടാ പൊട്ടാ, മഞ്ജുവിന് ഒരു മോളുണ്ടടാ, ബാങ്കിലൊക്കെ അവകാശി അവളായിരിക്കാനാണ് സാധ്യത. എന്തായാലും സ്വത്ത് മോഹിക്കുന്നത് ദിലീപാണെന്ന് പറയാത്ത സനൽകുമാരൻ്റെ നല്ല മനസ്സിനെ നമ്മൾ നമിക്കണം. നീ നിൻ്റെ അവകാശിയായി 2 മക്കളെ എന്താ പറയുക, പേര് വെച്ചോ അതോ റോഡേ പോകുന്ന പട്ടിയുടെ പേര് വെച്ചോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഇയാൾ ചെയ്യുന്നത് ശരിയാണോ? ആര്? മധു വാര്യർ. മധു വാര്യർ ബ്രദറാണ്. ബ്രദർ എന്ന നിലയ്ക്ക് അയാൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഒരു സ്വതന്ത്ര സ്ത്രീയാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, പിന്നെ ഏകോദര സഹോദരങ്ങൾ ആയതിൻ്റെ പ്രശ്നവും ഉണ്ടല്ലോ. ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഞാൻ പറയുന്നത് കേട്ട് പിണങ്ങുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇയാളിത് അറിയുന്നില്ലേ? ഇയാൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണോ മധു മിണ്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. അറിയുന്നുണ്ടാവും സൽകുമാര. അച്ഛനില്ല, അമ്മയെപ്പറ്റി ചിന്തിക്കണം, പിന്നെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അയാൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ല, നിന്നെപ്പോലെ ഭാര്യയും മക്കളും ഉള്ളപ്പം പ്രേമിച്ച് നടക്കുന്നവനല്ലല്ലോ മധു വാര്യർ. തന്നെപ്പോലെ പ്രേമിച്ച് കിട്ടിയ ഭാര്യയും തന്നോളം വളർന്ന 2 ആൺമക്കളും ഉള്ളപ്പോൾ എന്നെ കെട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ ഇതിൽ തലയിടാൻ ചിലപ്പോൾ 101 ആവർത്തി മധു വാര്യർ ചിന്തിക്കുന്നതാകും. അതൊന്നുമല്ല, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തതുകൊണ്ടും ഒക്കെ ഞാൻ സംസാരം അങ്ങ് ഒഴിവാക്കി. നീ ഒഴിവാക്കണ്ട, അയാൾ ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതേപ്പറ്റി എഴുതുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇയാൾക്ക് വാട്സാപ്പിൽ മെസ്സേജായി അയച്ചു കൊടുക്കും. ചിലപ്പോൾ വോയിസ് മെസ്സേജ് വിടും. ആൾക്ക് മധു വാര്യർക്ക് അയച്ചു കൊടുക്കുന്നു. ഇയാൾ ഇടുന്ന എല്ലാ വങ്കത്തരങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുന്നു അയാൾക്ക്. ഞാനായിരുന്നെങ്കിൽ നിൻ്റെ അമ്മയുടെ നായർക്ക് അയക്കടാ പട്ടിന്ന് മെസ്സേജ് ഇട്ടാനെ. ഇത് മധു വാര്യരല്ലേ പാവം. ഇന്ന് ഞാൻ അയാളെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്. സമൂഹത്തിൽ ഇത് വലിയ ചർച്ചയാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യരും സനൽകുമാരനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ, സത്യമുണ്ടോ, മഞ്ജു കൊല്ലപ്പെടുമോ, മീനാക്ഷിയെ തട്ടിക്കൊണ്ടുപോകുമോ, ഇതൊക്കെയാണ് ചർച്ച എന്നാണ് ഈ പൊട്ടൻ പറയണേ. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഇടപെടാം, അയാൾക്ക് മധു വാര്യർക്ക് എന്തു തരത്തിലാണെങ്കിലും. ഇപ്പോൾ മാഫിയയുടെ ഭീഷണി ഭയങ്കര ശക്തമായി നിലനിൽക്കുമ്പോഴാണെങ്കിലും ഉണർന്നു നിൽക്കുന്ന ഈ സൊസൈറ്റിയുടെ സാഹചര്യത്തിൽ, സർക്കാർ മാറിയ സാഹചര്യത്തിൽ, മാഫിയയ്ക്ക് അതിൻ്റെ ഗ്രിപ്പ് കുറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇയാൾ ഇടപെട്ടാൽ ഇയാൾ പറയുകയാണ്
സനൽ പറയുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ, സനൽ ശരിയല്ല മഞ്ജു വാര്യരുമായി ഇയാളൊരു പത്രസമ്മേളനം നടത്തിയാൽ പോരെ, സനൽകുമാരൻ ശരിയല്ല, ഇയാൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തിയാൽ പോരെ എന്നാണ് കേൾക്കണേ. മഞ്ജു വാര്യർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മഞ്ജു വാര്യർ പറയട്ടെ, അതല്ലേ അതിൻ്റെ ശരി എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇയാളെന്താ അത് ചെയ്യാത്തത്? ഇത് ആലോചിച്ചിട്ട് ഞാൻ വിളിച്ചു. ഇയാളിപ്പോൾ അതുപോലെ ഫോൺ എടുത്തില്ല. ഞാനപ്പോൾ ഇയാൾക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു, കേൾപ്പിക്കാം. അതങ്ങ് കേൾപ്പിക്കുകയാണ് അയാൾ പൊതുജനങ്ങൾക്ക്. നിങ്ങളും കേൾക്കൂ. മധു വാര്യർക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ് കേട്ടു നോക്കൂ. ഹലോ മധു, ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചിരുന്നു. ഞാൻ കുറെ ദിവസമായിട്ട് ഒരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയാം നന്നായിട്ട്. ഞാനൊരു പത്രസമ്മേളനം നടത്തിയതും അത് സുരേഷ് ഗോപി വരെ കണ്ട് പിന്നെ ഫെഫ്കയിൽ ഇടപെടാൻ പിന്നെ അദ്ദേഹം അയച്ചു കൊടുത്തതൊക്കെ എല്ലാവർക്കും അറിയാം, പരസ്യമായിട്ട് അറിയാം. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പിന്നെ എന്താണ്, ഏതോ ഒരു കോമാളി അയാൾ എന്നെ മഹാമോശമായിട്ട് പറഞ്ഞുകൊണ്ടും നിങ്ങളെയും ഇത്തിരി മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പണ്ട് നിങ്ങളെ വിളിച്ചിട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നോട്. ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ നിങ്ങളുടെ സിസ്റ്റർ അല്ലേ, നിങ്ങളുടെ സിസ്റ്ററുടെ കാര്യം ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ടോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്നെ രണ്ട് തെറിയെങ്കിലും വിളിക്കണേ. കുറച്ചൊരു നാണം വേണ്ടേ? ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഈ നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ, ഒരു തരം ഈ സ്കാവഞ്ചർ മനോഭാവമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറെ കാശ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭാവനയിലിരിക്കുന്ന ആളാണോ നിങ്ങളെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മാഫിയെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണെന്നാണ്. പക്ഷെ ഇപ്പോ സർക്കാർ മാറി, ഇത്രയും ആളുകൾ ഇതേപ്പറ്റി വളരെയധികം ബോധേഡാണ്. ആളുകൾ ഇതേപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പം നിൽക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. വളരെ തമാശയാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നഖം നനയാതെ മത്തെടുക്കാവുന്നോ? ഞാൻ ആത്മാഹുതി ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരും ഒരു പ്രശ്നമില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം, അങ്ങനെയാണോ? അതോ ഇനി അവൾ എങ്ങനെയെങ്കിലും മരിക്കട്ടെ, എനിക്ക് അതിന്റെ അംശം കിട്ടുമല്ലോ, അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ മനോഭാവം എന്ന് എനിക്ക് മനസ്സിലാവും. അതൊന്ന് അത്ര ഭീരുത്വമാണോ? നിങ്ങൾ അത്ര ഭീരുവാണോ? നിങ്ങളൊരു ആണല്ലേ കുറഞ്ഞ പക്ഷം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ശബ്ദം ഉയർത്തേണ്ടതല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും ഇത് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. ഞാൻ നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് പ്ലീസ്, ദയവേത്. ഏതോ ഒരു കോമാളിയുടെ വീഡിയോ ഇന്നലെ കണ്ടെന്നും അതിലയാൾ എന്നെ വളരെ മോശമായി പറയുന്നു, നിങ്ങളെയും മോശമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ മധു വാര്യരെ മോശമായിട്ട് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. പക്ഷേ അവ എന്നെ ഇപ്പം വിളിക്കുന്നത് കോമാളി എന്നാണ്. എടാ, നിനക്കാണ്ട സൂട്ടബിള് ഭാര്യയും 2 പിള്ളേരും ഉള്ളപ്പം കണ്ട പെണ്ണുങ്ങളെയൊക്കെ വ്യഭിചരിക്കാനും ബലാത്സംഗം ചെയ്യാനും മഞ്ജു വാര്യരെ കെട്ടാനും ഒക്കെ നടക്കുന്നത് നീയാണ് കോമാളി. നിന്നെ ഒരു പട്ടികളും വകവയ്ക്കുന്നില്ല, അതാണ് പ്രശ്നം. നീ ജോസ് പ്രാശ് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയൊക്കെ വെച്ച് അങ്ങ് നടക്കുകയാണ്, ഭ്രാന്തനെ പോലെ കഞ്ചാവും വലിച്ച് അങ്ങനെ നടക്കുകയാണ്. നിനക്ക് കോമാളി എന്നുള്ള പേര് യോജിക്കും, എനിക്ക് യോജിക്കില്ല. കാരണം ഞാൻ മാന്യമായി, അണ്ടർലൈനിട്ട് കേട്ടോ, മാന്യമായി ജീവിക്കുന്നവനാണ്. മഞ്ജുവിനെയും മോശമായി പറഞ്ഞു എന്ന് പറയടാ പൊട്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. മധു വാര്യരെ ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചത്. എന്നാൽ മഞ്ജുവിനെ ചേർത്തവൻ പറയണ്ടേ. നിങ്ങൾക്ക് നട്ടലുണ്ടോയെന്ന് സംശയം ആക്ക് സനൽകുമാറിന്. മധു വാര്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നട്ടലുണ്ടോയെന്ന്. നിങ്ങളുടെ പെങ്ങളെപ്പറ്റി ഞാൻ പറയുമ്പോൾ 2 തെറിയെങ്കിലും വിളിക്കടേ, കുറച്ചെങ്കിലും നാണം വേണ്ടേ നിനക്ക് എന്നാണ് ഇയാൾ പറയണത്. എടേ പോടേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. 2 തെറിയെങ്കിലും പറയടേ എന്നെ, അല്ലെങ്കിൽ പിടിച്ച് 2 ഇടി താടേ എന്നൊക്കെയാണ് ഇയാൾ പറയണത്. സ്കാവഞ്ചർ മനോഭാവമുള്ള ആളാണ് മധു വാര്യർ. മഞ്ജു മരിച്ചാൽ കുറേ കാശ് കിട്ടും എന്ന ഭാവനയിലിരിക്കുന്ന ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാഫിയയെ ഇരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭ മാറി, ആളുകൾ ബോധേഡാണ്. പക്ഷേ നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? നഖം നനയാതെ നത്തെടുക്കാമെന്നാണോ? ഞാൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഈ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ
ഞാൻ ആത്മാഹൂതി ചെയ്യുന്നു. ഇവ എന്തെങ്കിലുമൊക്കെ വലിച്ചേറ്റിട്ട് ഒരു ദിവസം ആത്മാഹൂതി ചെയ്യും. അതേ ഇവൻ അവസാനം അട്ടർ ഫ്ലോപ്പാണ് ജീവിതം. അപ്പം അങ്ങനെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇയാൾ പറയുന്നത്, ഞാൻ ആത്മാഹൂതി ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരും ഒരു പ്രശ്നവും ഇല്ലയെന്ന് കരുതി സുഖമായി ജീവിക്കും എന്നാണോ? അതോ അവൾ എങ്ങനെയും മരിക്കട്ടെ, എനിക്കതിൻ്റെ അംശം കിട്ടുമല്ലോ, എന്താ നിൻ്റെ മനോഭാവം? അട്ടർ വീരത്വമാണ് നിൻ്റേത്. കുറഞ്ഞ പക്ഷം നിങ്ങളൊരാണല്ലേ, ഇതേപ്പറ്റി നിങ്ങൾ ശബ്ദമുയർത്തേണ്ടതല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാനിതേപ്പറ്റി വളരെ വിശദമായി ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും മധു മറുപടി പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് സനൽകുമാരൻ ചോദിക്കുന്നത്. നിന്നെപ്പോലെ ഒരു വാവളന്താൻ്റെ കൂടെ സംസാരിച്ച് സമയം കളയാനില്ല എന്നോ, ഒരു പടം ദിലീപിനെ നായകനാക്കി നിർമ്മിച്ച് 3-4 കോടി ലാഭം കിട്ടിയത് വച്ച് നന്നായി ജീവിക്കുന്നു മധു വാര്യർ. ജയിലിൽ പോയി കൊതുകടി കൊള്ളേണ്ട എന്നോ മറ്റോ ആകും സനൽകുമാര മധു ചിന്തിച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ ഈ വിഷയങ്ങൾ വളരെ സ്ട്രോങ്ങായി സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇയാളൊരു വീട്ടുതടങ്കലിലായിരിക്കണം. ഇപ്പോൾ അടുത്ത പ്ലേറ്റാണ്, മധു വാര്യർ വീട്ടുതടങ്കലിലാണ്. അത് ഞാൻ പറയാൻ കാരണം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാനിവരുടെ അമ്മയ്ക്ക് വിശദമായൊരു ലെറ്റർ എഴുതി. ഞാൻ നിങ്ങളുടെ മകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനൊന്നും പോയതല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പറയാൻ പോയതാണ്, നിങ്ങളിതൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയത്. ഈ കത്ത് പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുള്ളിലാണല്ലോ മഞ്ജു വാര്യരുടെ കുടുംബം, പുള്ള് പോസ്റ്റ് ഓഫീസിൽ പോയി 15 ദിവസം കിടന്നു. ആ ലെറ്റർ ഡെലിവറി ചെയ്തില്ല. ഞാൻ പിന്നെ പലതവണ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തിട്ടാണ് കത്ത് ഡെലിവറി ചെയ്തത്. ആ തരത്തിലാണ് ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഞാനിത് പറയുമ്പോൾ ചിലർ ചോദിക്കുന്നത്, നിങ്ങളെന്തിന് ഇടപെടുന്നു, മഞ്ജുവിന് മദറില്ലേ ബ്രദറില്ലേ, നിങ്ങളെന്തിനിടപെടുന്നു എന്നാണ്. ഈ ബ്രദറിൻ്റെയും മദറിൻ്റെയും അവസ്ഥ ഇതാണ്. ഇങ്ങനൊരു മെസ്സേജ് കണ്ടാൽ നിങ്ങളെന്ത് ചെയ്യും? വളരെ മോശമായി ബ്ലാസ്റ്റ് ചെയ്യും ഇല്ലേ? ഉറപ്പായി ഫോണെടുത്ത് തെറി പറയും ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ വന്ന് നല്ല 4 തല്ല് തരും അല്ലേ? പക്ഷേ ഇയാൾ മിണ്ടുന്നില്ല. ഇയാൾക്ക് ഭയമാണ്. ആർക്ക്? മധു വാര്യർക്ക്. അല്ലെങ്കിൽ ഇയാളൊരു സ്കവഞ്ചറാണ്. ഇത് രണ്ടായാലും പുറത്തു വരണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഫാമിലി എങ്ങനെ ജീവിക്കും? ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഫാമിലി എങ്ങനെ ജീവിക്കും എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. സൊസൈറ്റിക്ക് അപമാനമല്ലേ അത്? ഇത് പറയണ്ടേ? ഇത് ആരെങ്കിലും മിണ്ടണ്ടേ? അപ്പോൾ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ആരും മിണ്ടാത്ത, അവരുടെ സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ള ആൾ പോലും മിണ്ടാത്ത തരത്തിൽ എന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ അവർ പുറത്തു വന്ന് പറയണ്ടേ? സനൽ പറയുന്നത് തെറ്റാണ് എന്ന് പറയണ്ടേ? എന്തിനു പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കിത് സനൽകുമാര നിന്നോടൊരു കാര്യമേ പറയാനുള്ളൂ. അബോർഷൻ കഥകളടക്കം 100% സത്യസന്ധമായ നിൻ്റെ തെളിവുകൾ മുഴുവൻ എൻ്റെ ഇരിക്കുക. പിന്നെ നിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു 4-5 പേര് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കൂടെ സ്ഥിരം വർക്ക് ചെയ്തിരുന്നൊക്കെ ഒരു ക്യാമറമാൻ അടക്കം, നിൻ്റെ കൂടെ ഇതിൽ അഭിനയിച്ചിരുന്ന ഒരു നടനടക്കം കുറേ പേര് കുറേ തെളിവുകൾ തരാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നീയാണ് തീരുമാനിക്കാൻ. നീ ഈ പ്രോഗ്രാം കണ്ടിട്ട് എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ, ഞാൻ മാഫിയയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നവനാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, നിനക്ക് ഞാനിട്ട് 10 പണി തരും. അതിനുള്ള ഇട വയ്ക്കണോ വേണ്ടെന്ന് നീ തീരുമാനിച്ചോ. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ സനൽകുമാരനെ പോലുള്ള ഫ്രോഡുകളൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. യവനെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല. തട്ടിപ്പും പറ്റിപ്പും വ്യഭിചാരവും ബലാത്സംഗവുമായിട്ട് നടക്കുന്ന യവനെ ഒന്നും ഞാൻ അംഗീകരിക്കുകയില്ല. അതൊക്കെ അടൂർ ഗോപാലകൃഷ്ണനും മധു റോങ്കരിയും MF തോമസും ജോയി മാത്യുവും മഹേഷ് പഞ്ചുവൊക്കെ കൊണ്ടു കിടക്കട്ടെ. എനിക്ക് ഇതുപോലുള്ള ചെറ്റുകളെ
നല്ല വെള്ള പൂശേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഇനി നീ മാഫിയ എന്നല്ല, മാസം ദിലീപ് മാസത്തോറും എനിക്ക് കാശ് കൊണ്ടു തരുന്നു എന്ന് പറഞ്ഞാലും ഞാൻ പുല്ലേ മാത്രമേ പറയൂ. എടാ, ദിനേശിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്ട. നീ 10 ജന്മം ശശിക്ക് ജനിക്കണം, എങ്കിലേ നീ എന്നെ പോലെ ആവുള്ളൂ. മനസ്സിലായോ? ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.